നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അല്ല, നാവും വിരലും തിരിച്ചറിയാതിരിക്കാൻ ഈ ഡോക്ടർ എന്താ അന്ധനാണോ? പോട്ടെ, അയാൾക്ക് കണ്ണ് കാണില്ലായിരിക്കാം. അവിടെയുള്ള അസിസ്റ്റന്റ് സർജൻ, അതല്ലെങ്കിൽ ചീഫ് നേഴ്സ്, അതും അല്ലെങ്കിൽ ഓപ്പറേഷൻ ടീമിലുള്ള മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ, ഇവർക്കൊന്നും കണ്ണ് കാണില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ രംഗത്തിന് എത്ര വലിയ നാണക്കേടും അപമാനവുമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കയ്യിലെ 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ 4 വയസ്സുള്ള മകളുടെ നാവിൽ ഈ ഡോക്ടർ സംഘം എന്ത് ഓപ്പറേഷനാവും നടത്തിയിട്ടുണ്ടാവുക? എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നതേയില്ല. മെഡിക്കൽ രംഗത്ത് എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ചെറുതായാലും വലുതായാലും ഒരു സർജറിക്ക് മുൻപ് എന്തെല്ലാം മെഡിക്കൽ ചെക്കപ്പുകളാണ് നടക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ മോണിറ്ററിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട അവയവത്തിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സർവ്വതും ദൃശ്യമാകും. ഡോക്ടറുടെ കൈയെത്തും ദൂരത്ത് രോഗിയെക്കുറിച്ചുള്ള ഓപ്പറേഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ എല്ലാ ഫയലുകളും തയ്യാറാക്കിയിരിക്കും. എന്നിട്ടാണ് കുട്ടിയുടെ കൈക്ക് നടത്തേണ്ട ഓപ്പറേഷൻ തലയിൽ ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറയാനുള്ളത്? ഇത്തരം തെമ്മാടിത്തരങ്ങൾ കൊണ്ടല്ലേ ഗവൺമെൻറ് ആശുപത്രികൾക്ക് നേരെ ജനങ്ങൾ അക്രമം അഴിച്ചുവിടുന്നത്? തെറ്റ് ചെയ്യാത്ത ഡോക്ടർമാരെ പോലും ആക്രമിക്കുന്നത്? എന്തിനും ഏതിനും ഡോക്ടറെ അസഭ്യം പറയുന്നു. ഗൗരവം അല്ലാത്ത വിഷയങ്ങൾക്ക് പോലും ഡോക്ടർമാരെയും മെഡിക്കൽ ജീവനക്കാരെയും മർദ്ദിക്കുന്നു. ഇതൊന്നും ശരിയല്ല, ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് മെഡിക്കൽ രംഗത്തെ പുകഴ്ത്തി ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു 4 വയസ്സുള്ള ചെറിയ മോളുടെ ജീവൻ വെച്ച് പന്താടിയ മെഡിക്കൽ രംഗത്തിന് മായാക്കറയായി മാറിയ ഈ നെറികെട്ട വർഗത്തെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഡോക്ടർ എന്നത് ഒരു ചെറിയ വാക്കല്ല, മനുഷ്യജീവനുകൾ തന്നെ രക്ഷിക്കുന്ന ഭൂമിയിലെ ദൈവപ്രതിനിധി. തൻ്റെ മുന്നിൽ പരിശോധനയ്ക്ക് എത്തുന്നവരുടെ ഹൃദയസ്പന്ദനങ്ങൾ മനസ്സിലാക്കി രോഗം നിശ്ചയിക്കുന്ന വൈദഗ്ധ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഈ തെറ്റ് ഇത് മാപ്പർഹിക്കുന്നില്ല. 4 വയസ്സുകാരി മോളുടെ സർജറി ചെയ്തത് ആരാണെങ്കിലും അയാൾ ഡോക്ടറായി തുടരാൻ അർഹനല്ല. ഇയാളുടെ അല്ലെങ്കിൽ വനിതാ ഡോക്ടറുടെ എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും റദ്ദു ചെയ്യുന്നതോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ സർജനൊപ്പം ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫുകളെ സസ്പെൻഡ് ചെയ്തും ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കിയും ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം കാണണം ഗവൺമെൻറ്. ഗവൺമെൻറ് ആശുപത്രി എന്നത് ഒരു ഗതിയില്ലാത്തവർ മാത്രം ആശ്രയിക്കുന്ന, ആരോരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അഗതികളുടെ ആശ്രയ കേന്ദ്രം മാത്രമായി കരുതരുത്. മറ്റുള്ള വികസിത രാജ്യങ്ങളിലെ ഗവൺമെൻറ് ആശുപത്രികളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലുകളും എത്തിച്ചേരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതിനായി അത്യധ്വാനം ചെയ്യുന്ന ധാരാളം ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. അവരുടെ ആത്മസമർപ്പണത്തിന്റെ ഫലമായാണ് നമ്മുടെ ആരോഗ്യരംഗം അനുദിനം ഉയർച്ചയിലേക്ക് എത്തുന്നത്. അതിനിടയിലാണ് ഇത്തരം പുഴുക്കുത്തുകൾ തലയ്ക്ക് വെളിവില്ലാതെ മെഡിക്കൽ റിപ്പോർട്ടുകളും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കൃത്യമായി പഠിക്കാതെ കയ്യിൽ നടത്തേണ്ട ഓപ്പറേഷൻ നാവിൽ നടത്തി മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത അപമാനങ്ങൾ, ഡോക്ടർമാരുടെ അശ്രദ്ധയാൽ വലിയ വേദന അനുഭവിക്കേണ്ടി വന്ന ചെറുവണ്ണൂർ സ്വദേശിനിയായ 4 വയസ്സുകാരി മോൾക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുക തന്നെ വേണം. ഇത്തരം നെറികെട്ടവരുടെ കാലമായി പോയി മോളെ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.